ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഹണി ദ മാംഗോ ട്രീ എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദർ ആർ പീപ്പിൾ അറൗണ്ട് അസ് who love nature and take care of it. If we take care of nature, what will it give us in return? Read the story given below. നിനക്കറിയാമോ, ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഞങ്ങൾ മാവിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അയൽവാസിയായ റഷീദ് എന്നോട് പറഞ്ഞു. 16 വയസ്സുള്ള മകൻ പഴുത്ത മാങ്ങാ കഷ്ണങ്ങളുമായി ഒരു പ്ലേറ്റുമായി മുകളിലേക്ക് നടന്നപ്പോൾ റഷീദ് നിർത്തി. അതാണ് പറയുന്നത്. എന്ത്? റഷീദ് paused as his son, a young boy of 16, walked up with a plate of ripe mango slice. പിന്നീട് എന്താ പറയുന്നത്? Did you like the mango? Rashid enquired after I had made a quick feast of it. മാമ്പഴം ഇഷ്ടപ്പെട്ടോ? ഞാൻ പെട്ടെന്നാണ് വിരുന്നൊരുക്കിയത്. അതിന് ശേഷം എന്താണ് റഷീദ് അന്വേഷിച്ചു. പിന്നെ അപ്പം എന്താ പറഞ്ഞത്? ഇഷ്ടമായി, തേൻ പോലെ രുചിയുണ്ട്. നീയാണോ ഈ മരം നട്ടത് എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുന്നത്? ലൈക്ക് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഹണി. ഡിഡ് യു പ്ലാൻ ദിസ് ട്രീ? ചോദിക്കാൻ. നോട്ട് എക്സാക്ട്ലി. ദിസ് മാംഗോ ട്രീ ഹാസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ദാറ്റ് ഈസ് വൈ ഐ സെർട്ട് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹേർട്ട്. എന്താ പറയുന്നത്? ഇഷ്ടമായി, തേൻ പോലെ രുചിയുണ്ടെന്ന് പറയാണ്. കൃത്യമല്ല, ഞാൻ ഈ മാമ്പഴത്തിന് രസകരമായൊരു കഥയുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ ഇതിനൊരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ റഷീദ് കഥ പറഞ്ഞു തുടങ്ങി. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ സ്റ്റോറി. അല്ലേ, താഴെയായിട്ട് പിക്ചർ കാണുന്നുണ്ട് അല്ലേ, ട്രീൻ്റെ താഴെ ഇരുന്നിട്ട് മാങ്ങ കഴിക്കുന്ന പിക്ചർ കാണുന്നുണ്ട്. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത പേജിൽ നമ്മളൊരു പിക്ചറാണ് കാണുന്നത് അല്ലേ. ഒരാൾ നടന്ന് വരുന്നുണ്ട്. പിന്നെ എന്താണ്, വീടിൻ്റെ ഉമ്മറത്ത് ഇരുന്നിട്ട് ഒരു സ്ത്രീ പത്രം വായിക്കുന്നുണ്ട് അല്ലേ. അരികെ കിണറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇറ്റ് ഹാപ്പൻഡ് ലോങ് എഗോ. അത് സംഭവിച്ചത് കുറേ കാലം മുന്നെയാണ്. ഐ വാസ് എ യങ് ബാച്ചിലർ. ഞാനൊരു ബാച്ചിലർ, കല്യാണം കഴിക്കാതെ ആയിരിക്കുന്ന സമയത്ത്. ഐ ഹാഡ് ഗോൺ ടു വിസിറ്റ് മൈ യങ് ബ്രദർ ഹു വാസ് എ പോലീസ് ഇൻസ്പെക്ടർ. എൻ്റെ യങ് ബ്രദർ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു. അവർ വീട്ടിലേക്ക് ഞാൻ പോയി. ഐ ഹാഡ് ഗോൺ വിസിറ്റ്, ഞാൻ വിസിറ്റ് ചെയ്തു. ഹി വർക്ക് ഇൻ എ സ്മോൾ ടൗൺ എബൌട്ട് 75 മൈൽസ് എവേ ഫ്രം ഹിയർ. അവന് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നും 75 മൈൽസ് ദൂരത്തുള്ള ഒരു ടൗണിലാണ്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അന്നൊരു ചൂടുള്ള ദിവസമായിരുന്നു. ഐ സെറ്റ് ഔട്ട് ഓൺ എ സ്ട്രോൾ ഇൻ ദ ഈവനിങ്. എന്താണ് ഉലാത്താൻ എന്നൊക്കെ പറയില്ലേ, നടക്കാൻ. വൈകുന്നേരം ഞാനൊന്ന് ഉലാത്താൻ പുറപ്പെട്ടു. എന്താണ്, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അധികം പോയിട്ടില്ല. അപ്പോഴേക്കും അവൻ എന്ത് കണ്ടു? ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടു. His beard was long and his hair overgrown. He looked about 80. As I approached, I heard him groaning in pain. He looked badly ill. Give me some water, son, he said in a hoarse whisper as he saw me. എന്താണ്, അവൻ്റെ താടി നീട്ടി വളർത്തിയ മുടിയുണ്ട്. വൃദ്ധനക്ക് നീട്ടി വളർത്തിയ മുടിയുണ്ട്. ഏകദേശം 80ഓളം കാണപ്പെട്ടു. ഞാൻ അടുത്ത് ചെന്നപ്പോൾ അവന് വേദന കൊണ്ട് തേങ്ങുന്നത് ഞാൻ കേട്ടു. അവൻ വല്ലാത്ത രോഗിയായിട്ടാണ് കാണപ്പെട്ടത്. എനിക്ക് കുറച്ച് വെള്ളം തരൂ മകനേ എന്ന് അവൻ എന്നെ കണ്ടപ്പോൾ ഒരു പരുക്കനായിട്ട് മന്ത്രിച്ചു. ആ വൃദ്ധനായ പുരുഷനെ അല്ലേ, ആ ഒരാൾ ഇയാളെ കണ്ടപ്പോൾ പരുക്കനായിട്ട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം തരൂ മകനേ. I saw a pretty young woman sitting at the side out of a road across the road, reading a paper. I asked her for some water. She was puzzled as I started walking away with the pitcher of water. I told her about the old man. She got up and came with me. എന്താണ് പറഞ്ഞത്? ഞാനൊരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഒരു വീടിൻ്റെ അക്രോസ് ദ റോഡ്, റോഡിൻ്റെ അപ്പുറത്ത് അവളെ വീട്ടിലെ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്നത് കണ്ടു. ഞാൻ അവിടെ പോയിട്ട് അവളോട് വെള്ളം ചോദിച്ചു. അപ്പോൾ അവൾ എനിക്ക് വെള്ളം തന്നു. ഞാൻ വെള്ളവുമായിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ ആശയക്കുഴപ്പം വന്ന്. എന്താണ് ഇയാൾ പോകുന്നത്? അപ്പോൾ എന്ത് ചെയ്തു ഇയാൾ? അയാളോട് ആ പെണ്ണിനോട് എന്ത് ചെയ്തു? ഈ വൃദ്ധനായ ഓൾഡ് മാൻ്റെ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ അവളും എൻ്റെ കൂടെ വന്നു എന്നാണ് പറയുന്നത്.
ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. ഡിസ്ക്രൈബ് ദ അപ്പിയറൻസ് ഓഫ് ദ ഓൾഡ് മാൻ. ആ ഓൾഡ് മാൻ്റെ ബിഹേവിയർ എങ്ങനെയായിരുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. വേർ വാസ് ദ യങ് വുമൺ സിറ്റിംഗ്. എവിടെയാണ് ആ സുന്ദരിയായ സ്ത്രീ ഇരുന്നിരുന്നത്? അവിടെ ഹോമിൻ്റെ മുൻവശത്ത് അല്ലേ, ഉമ്മറയിൽ ഇരുന്നിട്ട്. വാട്ട് വാസ് ഷീ ഡൂയിങ്? റീഡിങ് ന്യൂസ് പേപ്പർ അല്ലേ. എന്താണ് യങ് വുമൺ സിറ്റിംഗ് അറ്റ് ദ സിറ്റ് ഔട്ട് ഓഫ് എ ഹൗസ് അക്രോസ് ദ റോഡ് അല്ലേ. അത്രയാണ്. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. When I gave the picture of a water to the old man, he did something amazing. ഞാനൊരു കുടം വെള്ളം വൃദ്ധന് നൽകിയപ്പോൾ അവന് അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു. എന്താണ്? വളരെ പ്രയാസപ്പെട്ടാണ് അയാൾ എഴുന്നേറ്റത്. വെള്ളം കുടിക്കുന്നതിന് പകരം അവനൊരു മാവിൻ തൈയുടെ എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് നടന്നു. He got up with a great difficulty. Instead of drinking the water, he walked up to a withered സാപ്ലിംഗ് ഓഫ് എ മാംഗോ ട്രീ എന്നാണ് പറഞ്ഞത്. എന്താണ്? അദ്ദേഹം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കുന്നതിന് പകരം എന്താ ചെയ്തത്? ഒരു മാവിൻ തൈ എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് നടന്നു എന്നാണ് പറയുന്നത്. It had sprouted from the seed which had been thrown away by a wayfarer. The old man poured half the water on it. He went back to the tree under which he had been resting. He sat down, drank the water, and prayed silently. എന്താ പറഞ്ഞ, ഒരു വഴിയാത്രക്കാരന് വലിച്ചെറിഞ്ഞ വിത്തിൽ നിന്നാണ് ആ തൈ മുളച്ചിട്ടുള്ളത്. വൃദ്ധൻ അതിലെന്ത് ചെയ്ത് പകുതി വെള്ളം അതിനൊഴിച്ചു കൊടുത്തു. അവൻ വിശ്രമിക്കുന്ന മരത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് എന്ത് ചെയ്തു? മടങ്ങി. എന്നിട്ട് ആ വൃദ്ധൻ ഇരുന്ന് വെള്ളം കുടിച്ചിട്ട് എന്താണ് നിശബ്ദനായിട്ട് പ്രാർത്ഥിച്ചു. I am Yusuf Siddiq, a fakir. The old man started to speak. അങ്ങനെ ആ വൃദ്ധന് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പേരെന്താണ്? യൂസഫ് സിദ്ദീഖ് എന്നാണ്. ഞാനൊരു ഫക്കീറാണ്. I have 2 kids or kin. I have spent most of my time traveling from place to place. എന്താണ്? എനിക്ക് ബന്ധുക്കളൊന്നുമില്ല. സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യലാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതിനാണ് എന്ന് പറഞ്ഞു. ഐ എം റഷീദ്. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ പേര് റഷീദ് എന്നാണ്. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തു. ഐ ആം എ സ്കൂൾ ടീച്ചർ. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ഐ ആം അസ്മ, ദ യങ് വുമൺ സെഡ്. അപ്പോൾ അവരെ കൂടെ വന്ന ആ പെണ്ണ് പറഞ്ഞു എൻ്റെ പേര് അസ്മ എന്നാണ്. ഐ ആം സ്കൂൾ ടീച്ചർ ടു. ഞാനും സ്കൂൾ ടീച്ചറാണ്. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ എന്താ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദ ഓൾഡ് മാൻ ലേ ഡൗൺ എഗെയിൻ. എന്നിട്ട് അത് പറഞ്ഞിട്ട് ഓൾഡ് മാൻ വീണ്ടും അവിടെ കിടന്നു. ഹി വാസ് ഡൈയിങ്. അങ്ങനെ എന്താണ്, ഞങ്ങളവിടെ നോക്കി നിൽക്കെ അയാൾ മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹി ബ്രീത്ത്ഡ് ഹിസ് ലാസ്റ്റ് ആസ് വി വാച്ച്ഡ്. ഞങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം അവസാനത്തെ ശ്വാസം വലിച്ചു എന്നാണ് പറയുന്നത്. ഐ വെൻറ്റ് ഹോം ടു ഗെറ്റ് മൈ ബ്രദർ. ഞാൻ എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ ബ്രദറിനെ വിളിച്ചു കൊണ്ടുവന്നു. വി ബറി ഹിം ഇൻ ദ ലോക്കൽ ഗ്രേവ് യാർഡ്. എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ സമൂഹത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള ശ്മശാനത്തിൽ അടക്കം ചെയ്തു എന്നാണ് പറഞ്ഞത്. വാട്ട് അമേസിങ് തിങ് ഡിഡ് ദ ഓൾഡ് മാൻ. എന്ത് അത്ഭുതകരമായ കാര്യമാണ് ആ വയസ്സായ ആൾ ചെയ്തത്, ആ വൃദ്ധൻ ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചെയ്തത്? ഹി ഗോട്ട് അപ്പ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദ വാട്ടർ ഹി വാക്ക്ഡ് അപ്പ് വിത്ത് സാപ്ലിംഗ് ഓഫ് എ മാംഗോ ട്രീ അല്ലേ. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, വൃദ്ധനായ മനുഷ്യനും റഷീദും ആ സ്ത്രീയും നിൽക്കുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗത്തിൽ എന്താണ്, റഷീദ് മാംഗോ ട്രീ ഇങ്ങനെ ആ ട്രീ തൈ കയ്യിലെടുക്കുന്ന ഒരു പിക്ചറാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന്. I had found a sum of 6 rupees in his pocket, Asma, and I put in 5 rupees each. എന്താ പറയുന്നത്, അങ്ങനെ അയാളുടെ പോക്കറ്റിൽ നിന്നും എനിക്ക് 6 രൂപ കിട്ടി. അപ്പോൾ ഞാനും അസ്മയും കൂടി 5 രൂപ വീതം അതിൽ വേറെ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ആ തുകയ്ക്ക് പലഹാരങ്ങൾ വാങ്ങി അസ്മ അവളുടെ സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്തു എന്നാണ് പറയുന്നത്. I bought sweets for the amount and Asma distributed them to the children at her school. Asma watered the saplings every day. എന്താണ്,
എന്നും അസ്മ എന്ത് ചെയ്തു, ആ തൈക്ക് വെള്ളം നനക്കുമായിരുന്നു. ഇറ്റ് സൂൺ സ്പ്രൗട്ടഡ് ഫ്രഷ് ലീവ്സ്. അങ്ങനെ അതിനെന്ത് ചെയ്തു, പുതിയ ഇലകളൊക്കെ തളിർത്ത് വരാൻ തുടങ്ങി. എ ലിറ്റിൽ ലേറ്റർ അസ്മ ആൻഡ് ഐ വേർ മാരീഡ്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനും അസ്മയും കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു. വെൻ ഐ ബിൽഡ് ദിസ് ഹൗസ്. അങ്ങനെ ഞാൻ ഈ വീടുണ്ടാക്കി. ഐ കെയർഫുള്ളി അപ്രൂട്ടഡ് ദ സാപ്ലിംഗ് ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. അതൊന്നും ഇളക്കം സംഭവിക്കാതെ, ആ തൈക്ക് ഇളക്കം സംഭവിക്കാതെ ഞാൻ ആ തൈനെ പറിച്ചു കൊണ്ടുവന്നു. അസ്മ ആൻഡ് ഐ പ്ലാന്റഡ് ഇറ്റ് ഹിയർ. എന്നിട്ട് ഞാനും അസ്മയും ചേർന്ന് അതിവിടെ നട്ടു. വി വാട്ടേർഡ് ഇറ്റ് റെഗുലർലി ആൻഡ് മാനുവേർഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. അങ്ങനെ അതെന്ത് ചെയ്തു, എന്നും വാട്ടർ റെഗുലർലി എന്നും വെള്ളവും വളവും ചാണകവും ഒക്കെ ഇട്ട് അതിനെ വളർത്തിയെടുത്തപ്പോൾ അത് വലിയ ആകാശമുട്ടെ വളർന്നു. വി ആഡഡ് സം ഹ്യൂമസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. എന്താണ്, കുറച്ച് അസ്ഥികളും ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ എന്തായത്, അത് ആകാശമുട്ടെ വലിയ പടർന്നു പന്തലിച്ച് വലിയൊരു മരമായിട്ട് മാറി. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കനോപ്പി ആൻഡ് ഹിയർ യു ആർ. എന്താണ് പറഞ്ഞത്, ചാണകവും ചേർത്ത് വളം നൽകി. പിന്നെ അതിന് കുറച്ച് ഞങ്ങൾ കുറച്ച് ഭാഗമായിട്ട് അസ്ഥി ഭക്ഷണം ചേർത്തു. അങ്ങനെ അല്പസമയത്തിലുള്ളത് ആകാശത്തേക്ക് ഉയർന്ന് മേലാപ്പ് വിരിച്ചു. ഇപ്പോൾ നിങ്ങൾ ഇതാ ഇവിടെ എന്നാണ് പറയുന്നത്. റഷീദ് എന്ത് ചെയ്തു, ആഹ്ലാദത്തോടെ ചിരിച്ചുകൊണ്ട് മരത്തിന് ചുറ്റും കൈകൾ വെച്ചു. Rashid smiled pleasantly and put his arm around the tree. As I turned to go home, അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ റഷീദ് സൺ കോൾഡ് മീ ഫ്രം ബിഹൈൻഡ്. റഷീദിൻ്റെ മകൻ എൻ്റെ അരികിൽ നിന്നും വിളിച്ചു. ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ് സം മാംഗോസ് റാപ്പഡ് ഇൻ എ ന്യൂസ് പേപ്പർ. കുറച്ച് മാങ്ങ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ വെച്ചു. മദർ ആസ്ക്ഡ് മീ ടു ഗീവ് യു ദിസ്. എന്നിട്ട് മദർ പറഞ്ഞു അത് കൊടുക്കാൻ. ഐ സ്മൈൽഡ്, ഞാൻ ചിരിച്ചു. താങ്ക് യു സൺ, നന്ദി പറഞ്ഞു. വി ലിവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. യൂസഫ് സിദ്ദീഖ്. യെസ് അങ്കിൾ യൂസഫ് സിദ്ദീഖ്. അങ്ങനെ എന്താണ് പറഞ്ഞത്, ആഹ്ലാദത്തോടെ ചിരിച്ചുകൊണ്ട് മരത്തിൻ്റെ ചുറ്റും കൈകളൊക്കെ വെച്ചു അല്ലേ. എന്നിട്ട് റഷീദ് മകനെ പുറകിൽ നിന്ന് എന്നെ വിളിച്ചു അല്ലേ. റഷീദിൻ്റെ മകന് പുറകിൽ നിന്ന് എന്നെ വിളിച്ചു. പത്രത്തിൽ പൊതിഞ്ഞ് കുറേ മാമ്പഴം കയ്യിൽ പിടിച്ചു അല്ലേ. ഇത് തരാൻ അമ്മ എന്നോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുഞ്ചിരിച്ചിട്ട് അവനോട് താങ്ക്സ് പറഞ്ഞു, നന്ദി പറഞ്ഞു അല്ലേ. ഞങ്ങൾ പരസ്പരം അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ എനിക്കിപ്പോഴും നിങ്ങളുടെ പേരറിയില്ല. യൂസഫ് സിദ്ദീഖ്. അതേ അങ്കിൾ യൂസഫ് സിദ്ദീഖ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഇതിൻ്റെ ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.